സ്വന്തമിഷ്ടങ്ങൾ തൻ കൂടൊന്നുകൂട്ടാതെ ഹൃത്തിൻ്റെ വാതിലടച്ചുതാതൻ. എന്നാത്മജീവിതം നിങ്ങൾക്കു മാത്രമായി നൽകി ഞാനെന്നും കൃതാർത്ഥനായി. പ്രശസ്ത കവിയായിരുന്ന ONV കുറുപ്പ് ഒരിക്കൽ പറഞ്ഞു, നല്ല മനസ്സിലെ കവിതകൾ ഉണ്ടാവൂവെന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഇത്. ONVയുടെ വാക്കുകൾ കടമെടുത്താൽ അതെത്ര ശരിയാണെന്ന് കാലം നമ്മെ തെളിയിക്കുകയാണ് ഗീതാ ദിവാകരൻ എന്ന എളിയ കവയിത്രിയിലൂടെ. എപ്പോഴൊക്കെയോ മനസ്സിൽ കുറിച്ചിട്ട കവിതകൾ ഓരോന്നായി താളുകളിൽ പകർത്തി. ഗീതാ ദിവാകരൻ പലപ്പോഴായി എഴുതിയ കവിതകളിൽ നിന്നും തിരഞ്ഞെടുത്ത 50 കവിതകളടങ്ങിയ കാലം കനിഞ്ഞ കനവുകൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുകയാണ്. മഹാകവി അക്കിത്തം സ്മാരക മാതൃഭാഷാ സംഘടന സെപ്റ്റംബർ 22 ആലുവയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ച് പ്രശസ്ത കവി മധുസൂദനൻ നായർ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യും. ബാല്യം, പ്രണയം, വിരഹം, ഭക്തി, പ്രകൃതിഭംഗി, ആത്മനൊമ്പരങ്ങൾ ഇവയെല്ലാം ഗീതാ ദിവാകരൻ്റെ കവിതാ സമാഹാരത്തിലുണ്ട്. എഴുതിയതെല്ലാം ചൊൽക്കവിതകളാണ്. കുട്ടിക്കാലം മുതൽ കലയെ സ്നേഹിച്ചു വളർന്ന ഗീതാ ദിവാകരന് ഗ്രന്ഥശാല സ്ഥാപക പ്രസിഡന്റ് PN പണിക്കരുടെ മകൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദ്യത്തെ ശ്രീ ജയശങ്കർ അവാർഡ് 12ാം വയസ്സിൽ ഇവർക്ക് ലഭിച്ചു. സെപ്റ്റംബർ 22 എൻ്റെ കവിതാ സമാഹാരം കാലം കനിഞ്ഞ കനവുകൾ എന്ന കവിതാ സമാഹാരമാണ് പുറത്തിറങ്ങുന്നത്. അത് അക്ഷരകേരളം ഗ്രൂപ്പിൻ്റെ FBയിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണ്, സാഹിത്യ ഗ്രൂപ്പുകളാണ്. അതിൽ അക്ഷരകേരളം അക്കിത്തത്തിൻ്റെ ആ ഗ്രൂപ്പിലാണ് ഞാൻ പുസ്തക പ്രകാശനം നടത്തുന്നത്. അതിൽ വയലാർ ശരത്ചന്ദ്രവർമ്മയും കവി മധുസൂദനൻ നായരും ഉള്ള ആ സദസ്സിൽ വെച്ച് ചെയ്യുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിന് എനിക്ക് പ്രചോദനം തന്ന എൻ്റെ നല്ല പാതി ദിവാകരേട്ടന് അതിലേറെ നന്ദി ഞാൻ പറയുന്നുണ്ട്. നന്ദി ഞാൻ പറയാൻ പാടില്ല, എന്നിരുന്നാലും എനിക്ക് എല്ലാറ്റിനും ഒപ്പം എൻ്റെ മോഹങ്ങൾക്കൊപ്പം കൂടെ നിൽക്കുന്ന ആളാണ് ദിവാകരേട്ടൻ. അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. എൻ്റെ എല്ലാവിധ ഇഷ്ടങ്ങളും നഷ്ടബാല്യവും വിരഹം, പ്രണയം ഇതെല്ലാം ഉൾക്കൊണ്ടതാണ് എൻ്റെ കവിതാ സമാഹാരം. അത് ഓരോ അനുവാചകനും നല്ല ലാളിത്യമായ ഭാഷയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ചൊൽക്കവിതകളാണ് ഏറ്റവും കൂടുതൽ അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ 50 കവിതകളാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് പ്രൊഫസർ സാവിത്രി ലക്ഷ്മണനാണ്. അത് പ്രത്യേകം എടുത്തു പറയാവുന്നതാണ്. പിന്നെ പ്രായം കൂടുതൽ ആയതിന് ശേഷമാണ് ഈ വക കലാസാംസ്കാരികതയിലേക്കൊക്കെ ഞാൻ കടന്നത്. എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ഒറ്റപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്നുള്ള ആലോചനയിൽ വന്നപ്പോഴാണ് ഒരു കവിത രൂപത്തിൽ അങ്ങനെ എഴുത്ത് തുടങ്ങിയത്. മലയാളി ഏറ്റവും സന്തോഷിക്കുന്ന ഒരു മാസമാണ് ചിങ്ങമാസം. ആ ചിങ്ങമാസത്തിൽ തന്നെ എൻ്റെ പുസ്തക പ്രകാശനം നടത്താൻ സാധിക്കുന്നത് ഏറെ സന്തോഷം നൽകുന്നുണ്ട്. സെപ്റ്റംബർ 22 മുമ്പ് തന്നെ കവിതാ സമാഹാരത്തിൻ്റെ കവർ പേജ് പ്രകാശനം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാനറിയാത്ത കൂട്ടുകാരില്ലാത്ത കൂടപ്പിറപ്പുകൾ, കൂടെ പൊറുക്കാത്ത കണ്ടുകൂടാത്തവരേറും കുടുംബത്തിൽ കാട്ടിക്കൂട്ടുന്നു നീ കള്ളത്തരങ്ങളും. കളവു തേടുന്ന വർത്തമാനങ്ങളിൽ, കളിയരങ്ങിൻ്റെ കപടനാട്യങ്ങളിൽ
കാഴ്ചകളൊക്കെയും പേക്കിനാവാകുന്നു, കേൾവികളൊക്കെ വിലാപമായിടുന്നു. കൊച്ചു വർത്തമാനങ്ങൾ അന്യോന്യമോദാതെ കൊച്ചു നോവുകൾ നിന്നിലൊതുക്കുന്നു. കഷ്ടമീ വിധി എന്നല്ലീ ചൊല്ലാവൂ, കത്തുമകതാരിലേറെ കരഞ്ഞു നീ. അമ്മയെന്നുമെന്നോർമ്മതൻ കോവിലിൽ അണയാതെരിഞ്ഞിടും ദീപമല്ലോ, ആർക്കളന്നിടുവാൻ കഴിയുമീ ഭൂമിയിൽ ആത്മാർത്ഥ സ്നേഹത്തിനാഴമമ്മേ. തൃശൂർ ജില്ലയിലെ നെല്ല് വിപണന സഹകരണ സംഘത്തിൽ നിന്നും വിരമിച്ച ശേഷമാണ് കവിതാരംഗത്ത് ഹരിശ്രീ കുറിക്കുന്നത്. ഭർത്താവ് EK ദിവാകരനാണ് ഭാര്യ ഗീതയിലെ കവിതകൾ പുറത്തു കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിച്ചത്. അംഗപരിമിതിയുള്ള EK ദിവാകരന് ചലിക്കണമെങ്കിൽ ഗീതയുടെ കൈത്താങ്ങ് വേണം. എങ്കിലും EK ദിവാകരൻ ഗീതയിലെ കലാകാരിയെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഗീതയുടെ കവിത പ്രസിദ്ധീകരണം അടുത്ത മാസം നടക്കാൻ പോവുകയാണ്. ഈ ഒരു കവിതാവാസന ഉണ്ട് എന്നുള്ളത് തന്നെ ഞാൻ കുറച്ച് അടുത്ത കാലത്ത് വെച്ചിട്ടാണ് അറിയാൻ സാധിച്ചത്. പഠിക്കുന്ന കാലത്തൊക്കെ വിവിധ തരത്തിലുള്ളതായ കലാഭിരുചികൾ ഉള്ള ഒരാളായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ കവിത എഴുതുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ജോലി കഴിഞ്ഞ് റിട്ടയർമെൻറ്റിന് വന്നതിന് ശേഷം കവിതയിലേക്ക് തിരിഞ്ഞപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പം ഞാനും അവർ മാത്രമാണ് ഈ കുടുംബത്തിലുള്ളത്. മകനാണെങ്കിൽ ജോലിക്കായിട്ട് വിദേശത്താണ്. അപ്പം ഇങ്ങനെ ഒരു അഭിരുചി അവർക്ക് ഉണ്ടാകാനുള്ള കാരണം കുടുംബപരമായിട്ട് ചെറിയ രീതിയിലുള്ളതായ ഒരു പാരമ്പര്യ ഗുണം അവർക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിൻ്റെ പ്രചോദനം അവരുടെ അമ്മയിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. കവിത എഴുത്ത് പിന്നെ വിവിധ കവികളുടെ ഗ്രൂപ്പുകളിലായിട്ട് കവിത എഴുത്ത് അതിങ്ങനെ നിരന്തരമായി ആ പ്രവർത്തനത്തിലേക്ക് അവർ ഏർപ്പെട്ടു. എന്തായാലും ഒരുവിധം എനിക്കും അത് വായിച്ചു കേട്ടപ്പോഴൊക്കെ ഒരു അഭിമാനം തോന്നി. അതുപോലെ തന്നെ എനിക്കത് തുടർന്നോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയുണ്ടായി. അങ്ങനെ ഇപ്പം ഞാൻ ഉദ്ദേശം ഒരു 400 കവിതകൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കവിത എഴുതിയത് അത് ഓരോ ഗ്രൂപ്പിൽ പ്രസിദ്ധീകരിക്കണമെന്നല്ലാണ്ട് ഒരു പുസ്തകം എന്നുള്ളത് എനിക്ക് പ്രസിദ്ധീകരിക്കണ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല. വാസ്തവത്തിൽ പുസ്തകം എന്നുള്ള കാര്യത്തിൽ ആലോചിക്കാൻ പ്രധാനമായിട്ടുള്ള പ്രചോദനം ഉണ്ടായത് ശ്രീ രാജശേഖരൻ തന്നെയാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹമാണ് അതങ്ങനെ ചെയ്യണം എന്നാവശ്യപ്പെട്ടതും അതിനുവേണ്ടി പ്രേരിപ്പിച്ചതും. ഇപ്പം എന്തായാലും അത് നടക്കാൻ പോവുകയാണ്. ഒരു 50 കവിതകളുമായി അതിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ആയിട്ടുണ്ട്. അത് അടുത്ത സെപ്റ്റംബറിൽ ഈ കവിത പ്രത്യേകിച്ച് മധുസൂദനൻ നായരും അതുപോലെ തന്നെ ശരത്ചന്ദ്ര വർമ്മയും ഒക്കെ പങ്കെടുക്കുന്ന വലിയൊരു കവി സദസ്സിൽ വെച്ചിട്ടാണ് അത് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതന്ന് അവിടെ നടക്കും. ഒരു നല്ല എനിക്ക് എന്നെ മാനസികമായിട്ട് വളരെ സന്തോഷിപ്പിച്ച കാര്യമാണ്. അവരതിൽ മാത്രമല്ല മറ്റ് പല കലകളിലും അവർക്ക് അഭിരുചിയുണ്ട്. അതൊക്കെ എല്ലാം ആ അഭിരുചികളൊക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർ അത് ചെയ്തോട്ടെ എന്നുള്ളൊരു ധാരണയാണ് എനിക്കുള്ളത്. നമ്മളൊരു വ്യക്തിയുടെ വ്യക്തിത്വം എപ്പോഴും അത് ഓരോ രീതിയിലുള്ള അവരുടെ അഭിരുചി പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോഴാണ് വ്യക്തിത്വ വികസനം ഉണ്ടാവുക. അതിന് നമ്മൾ സഹായിക്കണം, നമ്മളതിന് കൂടെ നിൽക്കണം എന്നുള്ളത് അവരുടെ കൂടെയുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക്, അവരുടെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചുമതലയായിട്ട് ഞാൻ കാണുന്നുണ്ടായത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു സംരംഭത്തിലേക്ക് അവരെ എത്താനും അതിൻ്റെ ഭാഗമായി ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ അവരെ ഏർപ്പെടാനും സാധിച്ചിട്ടുള്ളത്. കുടുംബപരമായി അമ്മ ഒരു കലാഭിരുചിയുള്ള ആളാണ്. അച്ഛൻ ഒരു വാദ്യകലാകാരനാണ്. അതിൻ്റെയും പാരമ്പര്യമായിട്ടുള്ള ഒരു അഭിരുചി അവർക്കുണ്ടെന്ന് തോന്നി. ഇപ്പോൾ അതും അവർ ചെണ്ടമേളം അഭ്യസിക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ കഥകളിയായിട്ട് ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കഥകളിയും ഇപ്പോൾ അവർ അഭ്യസിക്കുന്നുണ്ട്.
ഇനി അവർക്ക് പല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നടത്തിക്കോട്ടെ എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അതിനെല്ലാത്തിനും പരിപൂർണമായ പിന്തുണ നമ്മൾ നൽകുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സ്വന്തമിഷ്ടങ്ങൾ തൻ കൂടൊന്നു കൂട്ടാതെ ഹൃത്തിൻ്റെ വാതിലടച്ചുതാതൻ. എന്നാത്മജീവിതം നിങ്ങൾക്കു മാത്രമായി നൽകി ഞാനെന്നും കൃതാർത്ഥനായി. സ്നേഹിച്ചു ലാളിച്ചു നിങ്ങളെ പോറ്റി ഞാൻ മോഹത്തിൻ തേന്മലർ വാടികയിൽ. എന്നുടെ വാത്സല്യ സ്നേഹം പകർന്ന് മക്കളെല്ലാം നന്നായി വളർന്നു കണ്ടു. മുന്നിൽ കിടക്കുന്ന ജീവിത വീഥിയിൽ വന്നിടും ദുർഘട സന്ധികളെ ഇന്നേ തകർക്കുവാൻ പോരുന്നതാകണം മക്കളെ നിങ്ങൾ തന്നാത്മശക്തി. ചിന്തതൻ മുല്ലപ്പൂ മൊട്ടു വിടർത്തുവാൻ ഇന്നേ ശ്രമിക്കണം ബാലകരെ. കർത്തവ്യഹാരത്തിൽ ഉത്സാഹപ്പൂകൾ ഒക്കെയും ചേർത്തു കൊരുത്തിയിടണം. കൗമാരതയുടെ കൗശലകേളിയിൽ കാതു ചേർത്തില്ലാരും താതവാക്യം. നീയുമൊരു നാളിലച്ഛനാകുമ്പോഴേ താതവാക്യത്തിൻ പൊരുളറിയൂ. ഗീതയുടെ കവിതാ സമാഹാരമായ കാലം കനിഞ്ഞ കനവുകൾ എന്ന കവിതാ സമാഹാരം വെളിച്ചം കാണുമ്പോൾ അതിലേറെ സന്തോഷിക്കുകയാണ് ഈ കുടുംബവും, ഒപ്പം ഒരുപാട് കലാസ്നേഹികളും.